നൂലനല്ല, നല്ല സോഫ്റ്റ് നൂല് വെച്ചിട്ട് കിളീനി ഉണ്ടാക്കാം. അപ്പൊ നമുക്കൊന്ന് വേണ്ട സാധനങ്ങളാണ് സോഫ്റ്റ് നൂല്, ഇതുപോലത്തെ ഒരു കിളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഫുൾ ഓറഞ്ച് ആയിട്ട് ഉണ്ടാക്കാം. ഇതുപോലത്തെ സോഫ്റ്റ് നൂല്, ഒരു ബാംബൂ സ്റ്റിക്ക്, പശ, പിന്നെ സാൻഡ് പേപ്പർ, പിന്നെ അത്ര മതി, പിന്നെ ഒരു കത്രികയും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം നമ്മുടെ നൂലെടുത്ത് കയ്യെ ചുറ്റിയിട്ട് ഒരു 50 പ്രാവശ്യം കയ്യെ ചുറ്റിയിട്ട് വേണ്ട ഇതുപോലെ, പിന്നെ നമ്മളതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. അതായത് നമുക്കൊരു 3 എണ്ണം വേണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം 3 എണ്ണം. ഓക്കെ, അപ്പം നമുക്കത് ഉണ്ടാക്കിയിട്ട് കാണാം. നിങ്ങൾ 3 എണ്ണം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ഒരെണ്ണം, ഇതുപോലത്തെ 2 എണ്ണം, പിന്നെ ഇതുപോലത്തെ ഒരു ചെറുതൊരെണ്ണം നിങ്ങൾ എടുക്കണേ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ നടുക്ക് നമുക്കൊരു നൂല് കെട്ടിയെടുക്കണം. ഞാൻ കെട്ടുന്ന കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു കളർ നൂല്, ഇതുപോലത്തെ ഒരു നൂലെടുത്തിട്ട് നമുക്ക് എൻ്റെ നടുക്ക് വെച്ച് കെട്ടി കൊടുക്കാം. അത് നമുക്കത് കെട്ടിയിട്ട് കാണാം. ഈ ഒരെണ്ണത്തിന് കെട്ടിയാൽ മതി, ബാക്കി ഞാൻ കാണിച്ചു. ഇനി നമ്മൾ കെട്ടാത്തത് എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ നമ്മൾ ആ കെട്ടിയെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പ്ലസ് ചിഹ്നത്തിൽ വെച്ച് കൊടുക്കണേ. കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നത്തിൽ വെക്കണം. അതുകൊണ്ട് ഈ കെട്ടിയതുണ്ടോ, ഈ കെട്ടിയതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ പ്ലസ് ചിഹ്നത്തിലെടുത്ത് വെച്ചിട്ട് ആൻഡ് നമ്മൾ ഈ കെട്ടിയതുണ്ടല്ലോ, കെട്ടിയത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വേണ്ട, കെട്ടിയത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. രണ്ടും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടെയും നമുക്കൊരു നൂലിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ കെട്ടാത്തത് എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ നമ്മൾ ആ കെട്ടിയെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പ്ലസ് ചിഹ്നത്തിൽ വെച്ച് കൊടുക്കണേ. കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നത്തിൽ വെക്കണം. അതുകൊണ്ട് ഈ കെട്ടിയതുണ്ടോ, ഈ കെട്ടിയതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ പ്ലസ് ചിഹ്നത്തിലെടുത്ത് വെച്ചിട്ട് ആൻഡ് നമ്മൾ ഈ കെട്ടിയതുണ്ടല്ലോ, കെട്ടിയത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വേണ്ട, കെട്ടിയത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. രണ്ടും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടെയും നമുക്കൊരു നൂലിട്ട് കെട്ടിക്കൊടുക്കാം. വേണ്ട, നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനം എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു കെട്ടും, ഇവിടെ ഒരു കെട്ടും കൂടെ ഇടാണേ. പിന്നെ നമ്മൾ ഈ എടുത്തുന്ന ചെറുത് നമുക്ക് പ്ലസ്റ്റിനായിട്ട് വെക്കാം. നമ്മൾ ഈ എടുത്ത ചെറുത് ഇപ്പോൾ ഉണ്ടാക്കി ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ പ്ലസ്റ്റിനായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം, ഈ ചെറുതിൻ്റെ മേലോട്ട്. എന്നിട്ട് ഈ ഇപ്പോൾ ഉണ്ടാക്കിയത് കണ്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറുത് ഇങ്ങനെ വരില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. നമുക്കിത് കെട്ടട്ടെ. നൂലെത്തൂല. നമുക്ക് അവിടെ ഒന്ന് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമുക്കിത് കെട്ടിയിട്ട് കാണാം. ഇപ്പം നമ്മൾ കെട്ടിയെടുത്തത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു കെട്ടിയിട്ട് ഇനി അടുത്ത നമുക്ക് നമ്മുടെ ചിറക്, ഈ കാണുന്ന ചിറകാണ്. ഈ ചിറക് നമുക്ക് ഇങ്ങനെ ബാക്കിലോട്ട് പിടിച്ചിട്ട് അവിടെ നമുക്കൊരു കെട്ടിയിട്ട് കൊടുക്കാം. കിഴി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിന് കണ്ണും ചുണ്ടും വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കണ്ണിനെടുത്ത സാൻഡ് പേപ്പർ, പിന്നെ ചുണ്ടിനെടുത്ത ബാംബൂ സ്റ്റിക്കുമാണ്. ഞാൻ അത് വെക്കുന്നത് എങ്ങനെയാണ് അത് കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഇതിനെ കാണിക്കാൻ പറ്റുള്ളൂ. എന്നാ വെച്ചത്
നമ്മളിപ്പോൾ വീഡിയോയിൽ ഉണ്ടാക്കിയ കിളിയാണെങ്കിൽ ഞാനത് സെറ്റാക്കി എടുത്തപ്പോൾ അതിൻ്റെ കെട്ടടിഞ്ഞു പോയി. അപ്പോൾ കണ്ണും മൂക്കും വെക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇപ്പോൾ സാൻഡ് പേപ്പറും എൻ്റെ നിന്ന് താഴെ പോയപ്പോൾ അത് കാണാതായി. അപ്പം ആ കിളിയുടെ കെട്ടഴിഞ്ഞു പോയതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.